ഹായ് ഗായ്സ്, വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ. ഫണ്ട് ഫ്രണ്ടിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒക്കെ ഒരുവിധം പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇനിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തിനാണ് കമ്പനി പബ്ലിക്കിന് ഷെയർ കമ്പനി എന്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് കമ്പനി ഇങ്ങനെ ഷെയറൊക്കെ നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താനും ട്രേഡ് ചെയ്യാനും ഇഷ്യൂ ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണം. അപ്പോൾ അതറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ടിപ്പിക്കൽ ബിസിനസ് എന്താണ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടേംസ് ഉണ്ട്. നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന കുറേ ടേംസ് ഉണ്ട്. അത് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അതിനെക്കുറിച്ചൊരു ഐഡിയ കാണും. പക്ഷെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അതിനെക്കുറിച്ച് ഒരു ബേസും ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പല ടേംസും നമുക്ക് മനസ്സിലാക്കണം. അപ്പം നമുക്ക് ഒരുമിച്ച് ഒരു സ്റ്റോറി പോലെ അത് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പം നമുക്കൊരു സ്റ്റോറി പോലെ ഇതൊന്ന് പറഞ്ഞ് കേട്ട് മനസ്സിലാക്കാം. എന്താ, റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ഒരു പേര് കൊടുക്കണം ഒരു വ്യക്തിക്ക്. എന്താണ്? എക്സ് എന്ന് കൊടുക്കാം. എക്സ് എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, ഞാനും നിങ്ങളൊന്നുമല്ല, എക്സ് ആണ്. ഇത് വെറും ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ എക്സാമ്പിൾ ഇടുന്നത്. ഇതിലെ ഫിഗേഴ്സൊക്കെ ശരിക്കും എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ എക്സാമ്പിൾ ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ കഥ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എക്സ് എന്ന് പറയുന്ന ഒരു ഓൺട്രപ്രണർ എന്ന് വെച്ചാൽ പുതിയ ബിസിനസ് ഐഡിയയൊക്കെ ഇങ്ങനെ മനസ്സിലുള്ള വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരു ആളാണ് എക്സ്. അപ്പോൾ എക്സിൻ്റെ മൈൻഡിൽ നല്ലൊരു ബിസിനസ് ഐഡിയ ഉണ്ട്. എന്താണെന്നറിയാമോ? എക്സിൻ്റെ ആ ബിസിനസ് ഐഡിയ എന്താണെന്നറിയണ്ടേ? അതായത് എക്സിനൊരു ഹൈലി ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സസിൻ്റെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഹൈലി ഫാഷനബിൾ ഡ്രസ്സസിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എക്സിന് തുടങ്ങണം എന്നാണ് എക്സിൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ എക്സിൻ്റെ ഐഡിയ അതാണ്. അപ്പോൾ എക്സ് വളരെ കോൺഫിഡൻ്റ് ആണ്, അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയാൽ ഞാൻ എന്തായാലും സക്സസ് ആവും എന്ന് എക്സ് അങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ ആ ഐഡിയ ഒരു ബിസിനസ് ആക്കാനായിട്ട് എക്സ് തീരുമാനിച്ചു. അപ്പോൾ ശരിക്കും എക്സിന് ആഗ്രഹമുണ്ട്, ഐഡിയ ഉണ്ട്, എക്സിന് നല്ല രീതിയിൽ ആ ബിസിനസ് സക്സസ് ആവും എന്നുള്ളൊരു ഉറപ്പുമുണ്ട്. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ഐഡിയ പ്രാക്ടിക്കൽ ആകണമെങ്കിൽ ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ എക്സിൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ടൊക്കെ ഉണ്ട്, എന്നാലും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടൊന്നും എക്സിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. എക്സ് ഇതിനു മുമ്പ് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളൊന്നും അല്ല, ഇതിനു മുമ്പ് ബിസിനസ് ഒന്നും നടത്തിയിട്ടില്ല. ആദ്യമായിട്ടൊരു ഫ്രഷറാണ്, ആദ്യമായിട്ടൊരു ബിസിനസ് തുടങ്ങാനായിട്ടാണ് എക്സ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എക്സ് തുടങ്ങാൻ ഇരിക്കുമ്പോൾ തന്നെ ചെന്ന് ആരുടെത്തെങ്കിലുമൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കാനായിട്ട് എക്സിനെ കൊണ്ട് പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പോൾ പിന്നീട് എക്സിന് എന്താണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുക? പിന്നീട് എക്സിന് വേണമെങ്കിൽ എക്സിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് പോയി ചോദിക്കാം. എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, എനിക്കൊരു ബിസിനസ് തുടങ്ങണം. അപ്പം എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ ഫണ്ട് അവരിൽ നിന്നും എക്സിന് വേണമെങ്കിൽ റൈസ് ചെയ്യാം. അല്ലെങ്കിൽ എക്സിൻ്റെ അടുത്ത 2 സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോട്, എക്സിൻ്റെ ഫ്രണ്ട്സിനോട് വേണമെങ്കിൽ എക്സിന് പോയി ചോദിക്കാം. എനിക്ക് കുറച്ച് ഫണ്ട് വേണം, ഇതുപോലൊരു ബിസിനസ് ഐഡിയ മനസ്സിലുണ്ട് തുടങ്ങാനായിട്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉണ്ടെങ്കിൽ, ഇനി കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റൂ എന്ന് എക്സിന് വേണമെങ്കിൽ ചോദിക്കാം. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ എക്സിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ലോൺ പോയി ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഒരു ബിസിനസ് തുടങ്ങിയത് പോലും ഇല്ല, അതിനു മുമ്പേ ആ ബിസിനസ് കടത്തിൽ എങ്ങനെയാണ് തുടങ്ങുക? അങ്ങനെയും എക്സിന് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എക്സ് ഏതായിരിക്കും ചൂസ് ചെയ്യുക? അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ് എന്ത് ചെയ്ത് കാണും? നമ്മളെല്ലാ കാര്യങ്ങളും ആദ്യം ഫ്രണ്ട്സുമായിട്ടാണല്ലേ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആദ്യം എന്ത് ചെയ്യുന്നറിയാവോ? എക്സിൻ്റെ നല്ല 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്കൊരു പേരിടണമല്ലോ, വൈയും ഇസഡും. ഓക്കെ, അപ്പം വൈയുടെ അടുത്തും ഇസഡിൻ്റെ അടുത്തും എക്സ് ഈ ഐഡിയയെക്കുറിച്ച് പറയും. അപ്പോൾ അവർ വിചാരിച്ചു എക്സ് നല്ല കോൺഫിഡൻ്റ് ആണ്, അപ്പോൾ നന്നായിട്ട് ഈ ബിസിനസ് എന്തായാലും സക്സസ് ആവും. അപ്പോൾ വൈയും ഇസഡും എന്ത് ചെയ്യുന്നറിയാവോ? അവർ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഈ എക്സ് വൈയെ ഇസഡിനെയും കൊണ്ട് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എക്സിൻ്റെ 2 ഫ്രണ്ട്സ് വൈയും ഇസഡും. അപ്പോൾ അവരിൽ നിന്നും എക്സ് ലോണായിട്ടോ കടമായിട്ടോ ഒന്നുമല്ല
ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഫണ്ട് വാങ്ങിച്ചത്, ഫണ്ട് റൈസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈക്കും ഇസഡിനും ഒരു പേര് പറയാം, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന്. നോട്ട് ചെയ്യുക, എക്സും വൈയും ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കാരണം അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബിസിനസ്സിലേക്കാണ് ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്, വൈയും ഇസഡും. ആർക്ക് വേണ്ടിയിട്ട്? എക്സിന് വേണ്ടിയിട്ട്. അപ്പം അവർ ആരായി അതുവഴി? അവർ ഇൻവെസ്റ്റേഴ്സ് ആയി. മനസ്സിലായില്ലേ? അല്ലാതെ അവർ കടം കൊടുത്തതൊന്നും അല്ല എക്സിന്, അവർ ഇൻവെസ്റ്റ് ചെയ്തതാണ് ആ ബിസിനസ്സിലേക്ക്. അങ്ങനെ എക്സും വൈയും ഇസഡും കൂടി ടോട്ടൽ ഒരു 5 crore അല്ലെങ്കിൽ ഒരു 5 കോടി ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു എന്നിരിക്കട്ടെ. 5 കോടി ക്യാപിറ്റൽ അവർ കൊണ്ടുവന്നു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എക്സാമ്പിളാണ് ഞാനീ പറയുന്നത്, നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഓക്കെ. അപ്പോൾ ആദ്യം ബിസിനസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആ ഇനിഷ്യൽ മണി അല്ലെങ്കിൽ ആ 5 crore എന്ന് പറയുന്ന ഇനിഷ്യൽ മണിയാണ് ആ ബിസിനസ്സിൻ്റെ സീഡ് ഫണ്ട് അല്ലെങ്കിൽ സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സീഡ് ഫണ്ട് പ്രൊമോട്ടർ അല്ലെങ്കിൽ എക്സിൻ്റെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിലോട്ടല്ല പോകുന്നത്, മറിച്ച് കമ്പനിയുടെ അക്കൗണ്ടിലാണുള്ളത്. കമ്പനിയുടെ അക്കൗണ്ടിലാണത് ഇരിക്കുന്നത്. അപ്പോൾ കമ്പനി ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴൊരു സീഡ് ഫണ്ട് വന്നോ ആ മണി പിന്നീട് അറിയപ്പെടുന്നതാണ് ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി എന്ന്. ഒരു കമ്പനിയുടെ ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ ആയിട്ടാണ് ആ 5 കോടി കൊണ്ടുവന്നത് എക്സും വൈയും ഇസഡും കൂടി. അപ്പോൾ അത് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ആ സീഡ് ഫണ്ട് പോകുന്നത്. അതിന് കമ്പനിയുടെ ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി എന്ന് പറയുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനിഷ്യൽ സീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ എക്സിനും വൈക്കും ഇസഡിനും ഷെയർ സർട്ടിഫിക്കറ്റ്സും കിട്ടും. നമ്മൾ മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, കേൾക്കാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് കാണുക, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും ഷെയർ സർട്ടിഫിക്കറ്റിനെ കുറിച്ച്. അപ്പോൾ എക്സിനും വൈക്കും ഇസഡിനും എന്ത് കിട്ടി? ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ കമ്പനി ഇപ്പോൾ ആകെ മൊത്തമുള്ള അസറ്റ് അല്ലെങ്കിൽ കമ്പനിക്ക് ഇപ്പോൾ ഉള്ള ആകെ മൊത്തമുള്ള ആസ്തി അല്ലെങ്കിൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 crore ആണ്. 5 കോടിയാണ് കമ്പനിയുടെ അസറ്റ് അല്ലെങ്കിൽ ആസ്തി. അപ്പോൾ ആ കമ്പനിയുടെ വാല്യൂ എന്ന് പറയുന്നതാണ് 5 കോടി. ഓക്കെ. അപ്പോൾ ഇതിനെയാണ് കമ്പനി വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം കൊണ്ടുവന്ന ആ ടോട്ടൽ എമൗണ്ട്, അപ്പോൾ കമ്പനിയുടെ ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റലിനെയാണ് കമ്പനിയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത്. 5 കോടിയാണ് ഇപ്പോഴത്തെ കമ്പനി വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയറായി കാണും, ടേംസ് ഒക്കെ ക്ലിയറായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മൊത്തം എക്സിനും വൈക്കും ഇസഡിനും കൂടി 5 കോടിയാണ് എക്സും വൈയും ഇസഡും കൂടി ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് എത്രയാണ്? 5 കോടിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതും വളരെ എളുപ്പമാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഓരോ ഷെയറിനും 10 രൂപയാണ് കമ്പനി അസ്യൂം ചെയ്യുന്നത്. ഓരോ ഷെയറിനും 10 രൂപ. 5 കോടിയാണ് മൊത്തം ക്യാപിറ്റൽ എന്ന് നമ്മൾ പറഞ്ഞു, ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഓരോ ഷെയറിനും 10 രൂപയ്ക്കാണ് കമ്പനി ഇഷ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 കോടിയാണ് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ. ഒരു ഷെയറിന് 10 രൂപ വെച്ച് 50 ലക്ഷം ഷെയർസാണ് ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് ഇവിടെ ഉള്ളത്. ഒരു ഷെയറിന് 10 രൂപ വെച്ച് 50 ലക്ഷം ഷെയർസ്, 50 lakh ഷെയർസാണ് ഉള്ളത്. അപ്പോൾ കമ്പനി ഒരു ഷെയറിന് 10 രൂപ എന്നൊരു വില ഇട്ടില്ലേ, അപ്പോൾ ആ വിലയാണ് ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ഷെയർ അല്ലെങ്കിൽ കമ്പനിയുടെ പെർ ഷെയറിൻ്റെ ആ വാല്യൂവിനെയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. പെർ ഷെയറിന് കമ്പനി ഇടുന്ന വിലയാണ് ഫേസ് വാല്യൂ. അപ്പോൾ ഏതെങ്കിലും അപ്പോൾ എല്ലാ കമ്പനീസിനും സെയിം ഫേസ് വാല്യൂ ആവില്ല, പല ഫേസ് വാല്യൂ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് അല്ലാതെ ഇപ്പോൾ 10 രൂപയല്ലേ, ഇപ്പോൾ 5 രൂപയാണെന്നിരിക്കട്ടെ, 5 രൂപയാണ് ഫേസ് വാല്യൂ എങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാവും? 1 കോടിയാവും. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ 10 രൂപ വില ഇട്ടു. നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ് ആവേണ്ട, നമ്മളിപ്പോൾ 10 രൂപ വിലയാണ് ഇട്ടത്. 10 രൂപയുടെ 50 ലക്ഷം ഷെയർസാണ് കമ്പനിയിൽ ഇപ്പോൾ മൊത്തം ഉള്ളത്. നമ്മൾ ഈ 5 കോടിയുടെ എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നത് കൊണ്ടാണ് ഞാൻ ആ ഫിഗർ തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ
മുമ്പത്തെ എക്സാമ്പിൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ 50 ലക്ഷം ഷെയർസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ 10 രൂപയുടെ 50 ലക്ഷം ഷെയർസ്. അപ്പോൾ അങ്ങനെയുള്ള ആ 50 ലക്ഷം ഷെയർസിനെ പറയുന്നതാണ് ഓതറൈസ്ഡ് ഷെയർസ് എന്ന്. ഓതറൈസ്ഡ് ഷെയർസ് ഓഫ് കമ്പനി. നമ്മൾ ഇതിനു മുമ്പ് ഒരു ടേം പറഞ്ഞു 5 crore. അതെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ ആയിരുന്നു. ഇപ്പം നമ്മൾ പറയുന്നു 50 ലക്ഷം ഷെയർസ് ഉണ്ട് 10 രൂപയുടെ. ആ 50 ലക്ഷം ഷെയർസിനെയാണ് കമ്പനിയുടെ ഓതറൈസ്ഡ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുൾ ഷെയർസ് എക്സും വൈയും ഇസഡും കൂടാതെ കുറച്ച് ഷെയർസ് നമ്മൾ ഫ്യൂച്ചറിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയും റീറ്റെയിൻ ചെയ്ത് വെക്കും. അപ്പം നമുക്ക് അസ്യൂം ചെയ്യാം, ഇപ്പോൾ എക്സിന് ഒരു 40%, എക്സ് ആണ് കൂടുതൽ എമൗണ്ട് കമ്പനിയിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് എക്സിനൊരു ഷെയറിൻ്റെ ഒരു മൊത്തം 100% ഷെയർ ഉണ്ടെന്നിരിക്കട്ടെ. അതിൽ ഷെയറിൻ്റെ ഒരു 40% ആരാണ്? എക്സിനാണ് കിട്ടുന്നത്, എക്സിന്. അതുപോലെ തന്നെ എക്സ് കൈവശം വെച്ചിരിക്കുകയാണ്. അതുപോലെ വൈക്കും ഇസഡിനും 5% വീതം. ഇപ്പോൾ 50% ആയിക്കഴിഞ്ഞു. ബാക്കി 50% കമ്പനിയും റീറ്റെയിൻ ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ അവർ ഷെയറിനെ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് അങ്ങനെ അങ്ങ് അസ്യൂം ചെയ്ത് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഈ 50 ലക്ഷം ഷെയർസിൽ 40% നമ്മുടെ എക്സ് എന്ന് പറയുന്ന പ്രൊമോട്ടറിനും YZ എന്ന് പറയുന്ന ഏഞ്ചൽ പ്രൊമോട്ടേഴ്സിന് 5%ഉം 5%, രണ്ടുപേർക്കും കൂടെ ടോട്ടൽ 10%. കമ്പനി മൊത്തം ഒരു 50% പിന്നീടുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് റീറ്റെയിൻ ചെയ്തു. ഇത്രയും നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ കമ്പനിയുടെ ടോട്ടൽ ഷെയർസ്, അതായത് 50 lakh എന്ന് പറയുന്നതിനകത്ത് നമ്മൾ 50% അലോട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് 40% എക്സിനും 5% വൈക്കും 5% ഇസഡിനും നമ്മൾ അലോട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കി 50% എന്ന് പറയുന്നത് കമ്പനിയുടെ ഓതറൈസ്ഡ് ഷെയർസ് ആണ്. ആ ഷെയർസ് ഇതുവരെ ആർക്കും അലോട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. അത് കമ്പനി റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കമ്പനി ആർക്കും അലോട്ട് ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു നല്ല കമ്പനി സ്ട്രക്ചറോട് കൂടി, തരക്കേടില്ലാത്ത സീഡ് ഫണ്ടോട് കൂടി ഒക്കെ വെച്ചിട്ട് കമ്പനിയുടെ ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. വളരെ സ്പീഡി ആയിട്ട് എക്സിൻ്റെ ബിസിനസ് ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി. എക്സ് വീണ്ടും അങ്ങനെ ബിസിനസ് കുറേയൊക്കെ ഉയർന്നു കഴിഞ്ഞപ്പോൾ എക്സ് വീണ്ടും ഒരു തീരുമാനം എടുത്തു. പുതിയ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് കൂടി തുടങ്ങാം. അത് പുതിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റും റീറ്റെയിൽ ഔട്ട്ലെറ്റും കൂടിയൊക്കെ ഒന്ന് തുടങ്ങാനായിട്ട് എക്സ് തീരുമാനിച്ചു. അത് തുടങ്ങുകയും ചെയ്തു. അങ്ങനെ വീണ്ടും വലിയ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ബിസിനസ് ഒന്നും കൂടി നല്ല ഉയർന്നു. അപ്പോൾ ഏകദേശം ഒരു 1-2 വർഷം പിന്നിട്ടു. 1-2 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ബിസിനസ്സിനെ കുറിച്ചൊരു നല്ല ഐഡിയ ആർക്ക് കിട്ടി? നമ്മുടെ എക്സിന് കിട്ടി. അപ്പോൾ എക്സ് നല്ല കോൺഫിഡൻ്റ് ആയി, എൻ്റെ ബിസിനസ് ഇനിയും വളർന്ന് നല്ല രീതിയിൽ എത്തുമെന്നും എന്തൊക്കെ ചെയ്താൽ എൻ്റെ ബിസിനസ് നല്ല വളർത്താൻ പറ്റുമെന്നുമുള്ള ഒരു ഫുൾ കോൺഫിഡൻസ് എക്സിന് ഉണ്ടായി. ഓക്കെ, അപ്പോൾ എക്സിന് വീണ്ടും തോന്നി, വീണ്ടും സിറ്റിയിൽ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് വീണ്ടും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാം, കുറേ റീറ്റെയിൽ സ്റ്റോഴ്സും തുടങ്ങാം എന്ന് എക്സിന് തോന്നി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം നിന്ന പ്ലേസിലല്ല, ഇപ്പോൾ കുറേ ഉയർന്ന് 1-2 വർഷം കഴിഞ്ഞ് ഇപ്പോൾ നേരെ നിൽക്കാനായിട്ടുള്ള, സ്റ്റേണായിട്ട് നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി ആയി ബിസിനസ്സിന്. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ ആർക്കും പോയി ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയി ഫണ്ട് ചോദിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ബിസിനസ് തുടങ്ങാൻ പോകുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ ബിസിനസ് എന്തായാലും നേരെ നിൽക്കാനായിട്ട് പ്രാപ്തമായി. അതുകൊണ്ട് ധൈര്യമായിട്ട് ഏതെങ്കിലും ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് പോയി ഇതുപോലെ സിറ്റിയിൽ വേറൊരിടത്ത് മാനുഫാക്ചറിങ് യൂണിറ്റും റീറ്റെയിൽ ഔട്ട്ലെറ്റും ഒക്കെ തുടങ്ങണമെന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് അവരെന്ത് ചെയ്യും? പണം മുടക്കാൻ തയ്യാറാവും. കാരണം മനസ്സിലായി ബിസിനസ് ഇത്രയും പെട്ടെന്ന് 1-2 വർഷത്തിനിടയ്ക്ക് ഇത്ര നല്ല വളർന്നു. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നും വരില്ല എന്ന് ഇൻവെസ്റ്ററിന് ബോധ്യം വരണം. അപ്പോൾ ആ ഒരു നിലയിലായി എക്സ്. അപ്പോൾ എക്സ് സ്വാഭാവികമായിട്ട് നല്ലൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്ററിനെ കണ്ടുപിടിച്ചു. അപ്പോൾ ആ പ്രൊഫഷണൽ ഇൻവെസ്റ്ററിനെ നമുക്ക് എ എന്ന് പേരിടാം.
അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്ററിനെ കണ്ടുപിടിച്ചു. എ എന്ത് ചെയ്തു? അപ്പോൾ പ്ലാൻ ചെയ്ത് എക്സ് ഒരു എമൗണ്ട് കണ്ടുപിടിച്ചു. ഇത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഒരു പുതിയ ഔട്ട്ലെറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ തുടങ്ങാം. എത്രയാണ്? 7 crore എമൗണ്ട്. അതായത് 7 crore വേണം ഇനി പുതിയൊരു സിറ്റിയിൽ വേറെടുത്ത് മാനുഫാക്ചറിങ് യൂണിറ്റും റീറ്റെയിൽ സ്റ്റോഴ്സും ഒക്കെ തുടങ്ങാനായിട്ട് 7 crore പ്ലാൻ ചെയ്ത് വെച്ചു. ആരാണ്? എക്സ്. അപ്പോൾ ഒരു എ എന്ന് പറയുന്ന ഇൻവെസ്റ്ററിനെ കണ്ടുപിടിച്ചു. എ എന്ന് പറയുന്ന ഇൻവെസ്റ്റർ 7 കോടി കൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ പകരം എ എന്ന് പറയുന്ന ഇൻവെസ്റ്ററിന് എന്ത് കിട്ടും? ഒരു ഷെയർ ഹോൾഡിംഗ് കപ്പാസിറ്റി കിട്ടും. അതായത് കമ്പനിയുടെ 14% ഷെയർസിൻ്റെ ഓണറായി മാറും എ അതുവഴി. 7 crore ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന എക്ക് കമ്പനിയുടെ 14% ഷെയർസിലുള്ള ഒരു അവകാശം കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടിയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ കമ്പനിയുടെ ഏർലി സ്റ്റേജിൽ കമ്പനിയെ സഹായിക്കുന്ന ആ ഇൻവെസ്റ്ററിന് ഒരു പേര് പറയും. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്നാണ് ആ പേര്. ആ ടേം ഓർത്തിരിക്കുക. കമ്പനിയുടെ ഏർലി സ്റ്റേജിൽ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കമ്പനിയുടെ ഏർലി സ്റ്റേജിൽ ഫണ്ട് മുടക്കിയതുകൊണ്ട് ആ ഫണ്ടിങ്ങിനൊരു പേരുണ്ട്. സീരീസ് എ ഫണ്ടിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ എക്ക് കൊടുത്തത് കമ്പനിയുടെ 14% ഓഫ് ഷെയർസ് ആണ്. അതായത് നമ്മൾ 50% ഷെയർസ് കമ്പനി ആവശ്യങ്ങൾക്കായിട്ട് റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആർക്കും കൊടുക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 14% ആണ് നമ്മൾ എക്ക് ഇപ്പോൾ കൊടുത്തത്. അപ്പോൾ മൊത്തം ഇപ്പം കമ്പനിയുടെ ആ ഒരു സ്റ്റാറ്റസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം നമുക്ക് 40% എക്സിന് കൊടുത്തിട്ടുണ്ട്. അത് അതുപോലെ തന്നെ ഉണ്ട് വൈക്കും ഇസഡിനും 5% വീതം. ഇപ്പോൾ പുതിയതായിട്ടൊരു ഇൻവെസ്റ്റർ കൂടി വന്നു. ആരാണ്? എക്ക് 14%. ടോട്ടൽ 64% അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി കമ്പനി റീറ്റെയിൻ ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യാതെ വെച്ചിരിക്കുന്നതും എത്രയാണ്? 36% മാത്രമാണ് ഇപ്പോൾ കമ്പനിയുടെ കൈവശം ഉള്ള ഷെയർസ്. ബാക്കിയെല്ലാം അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഒറിജിൻ ഓഫ് ബിസിനസിന്റെ കണ്ടിന്യൂഷനുമായിട്ട് അടുത്ത എപ്പിസോഡിൽ മീറ്റ് ചെയ്യാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ ഹിയറിംഗ്.